CPM ശാസനയ്ക്ക് പിന്നാലെ പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിച്ച PV അൻവർ വീണ്ടും മൗനം വെടിയുന്നു. ഇന്ന് വൈകിട്ട് 4:30 മാധ്യമങ്ങളുമായി സംസാരിക്കും. വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും അപ്പുറം ഓരോ മനുഷ്യനുമുള്ള ഒന്നാണ് ആത്മാഭിമാനം. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നും അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, കേരളം ഞെട്ടുമോ? ആര്യ, അൻവർ വീണ്ടും ബോളിംഗ് തുടരുക തന്നെയാണ്. ആദ്യം ചെറിയൊരു ബ്രേക്ക് എടുത്തു, വിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓവർ തീരുന്നതിന് മുമ്പേ ബോളിംഗ് അവസാനിപ്പിച്ചു എന്ന് തോന്നിച്ചു. പക്ഷേ ഇന്നലെ ഉൾപ്പെടെ വീണ്ടും ആ ബോളിംഗ് ആണ് നമ്മൾ കണ്ടത്. അൻവർ ഈ പരസ്യ പ്രസ്താവന അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവിടെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതിന് പിറ്റേ ദിവസം തന്നെ അൻവർ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു. വനം വകുപ്പിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. അതിൽ വനം മന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പിന്നാലെയാണ് ഇന്നലെ അപ്പോൾ കൂടി നമ്മൾ ചോദിച്ചതാണ് അൻവറിനോട് ഈ വിഷയങ്ങളൊക്കെ നോ മോർ ADGP എന്ന് അന്ന് അൻവർ പറഞ്ഞെങ്കിൽ ഇന്നലെ ഈ ADGPയും RSSുമായുള്ള കൂടിക്കാഴ്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോഴുള്ള പ്രതികരണം ചോദിച്ചപ്പോൾ വീണ്ടും കത്തിക്കയറുന്ന അൻവറിനെയാണ് നമ്മൾ കണ്ടത്. ADGPയെ സസ്പെൻഡ് ചെയ്യുകയല്ല, ADGPയെ ഡിസ്മിസ് തന്നെ ചെയ്യണം, ADGP ആ പദവിയിലിരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തന്നെ അൻവർ ആ ബോളിംഗ് തുടരുകയാണ് ഉണ്ടായത്. പരസ്യ പ്രസ്താവനയെ വിലക്ക് കൽപ്പിച്ച CPMനെ രംഗത്ത് വന്നതാണ് അൻവർ ഇന്നലെ പ്രതികരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നാലെ എന്താണ് അൻവറിൻ്റെ ഒരു അടുത്ത നീക്കം എന്നുള്ളൊരു ചോദ്യം അവശേഷിപ്പിക്കുന്നതാണ് ഇന്നത്തെയും ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരുപക്ഷെ നമുക്ക് ഒരു അനുമാനത്തിൽ എത്തുകയാണെങ്കിൽ ഇത്തരത്തിൽ പാർട്ടിയുടെ ഒരു വിലക്ക് അവിടെ നിലനിൽക്കുമ്പോൾ പോലും അതിനെ മറികടക്കാൻ ഞാൻ നിർബന്ധിതരാകുന്നു എന്നുള്ള സൂചനയായിട്ടാകാം അൻവർ നീ തീയാവുക, അല്ലെങ്കിൽ നീതി ഉള്ളെങ്കിൽ നീതിയാവുക, ആത്മധൈര്യം അഭിമാനം എന്നുള്ളതുണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. ആ പാർട്ടി വിലക്കിനെ മറികടക്കുന്നതിനെ അതിനെ ഒരു ന്യായീകരണമായിട്ടായിരിക്കാം. അതിലും അപ്പുറത്തേക്ക് അൻവർ ഉണ്ടെങ്കിൽ അത് ഏത് തലത്തിലായിരിക്കും എന്നുള്ള ചോദ്യം തന്നെയാണ്. ഇനി അൻവർ പുറത്തേക്കോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല കോണിൽ നിന്നും വരുന്നുണ്ട്. അതില്ല എന്ന് അൻവർ നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അൻവറിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ബാക്കിയാക്കുന്നത് അത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പത്തിലേക്ക് തന്നെയാണ്. ഇനി എന്ത് എന്നൊരു ചോദ്യത്തിലേക്ക് തന്നെയാണ് എന്നത് വ്യക്തം തന്നെയാണ്. എന്തായാലും വൈകിട്ട് 4:30 അൻവർ നിലമ്പൂരിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമ്പോൾ ആ സംശയങ്ങളൊക്കെ തീരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ.